ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ, ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ആ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഈ ഭേദഗതി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ്. കേരളത്തിലെ എംപിമാർ അവർ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഈ പാലക്കാട് റിസൾട്ടിന് ശേഷം പാർട്ടിയിൽ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ആണല്ലോ. പ്രസിഡന്റ് മാറിയേക്കും, രാജ്യസന്നദ്ധ അറിയിച്ചു എന്നൊക്കെ പറയുന്നു. എന്താണ് അതിൽ? ഞാൻ ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ, അത് കഴിഞ്ഞ് ചോദിക്കുന്നത് നിങ്ങൾ, മറുപടി കണ്ടെത്തുന്നത് നിങ്ങൾ, വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ. മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നു, 2 സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി, ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് നൽകിയ തിരിച്ചടിയാണ്. 2019 BJP ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ആ BJP ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ NCPയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ചേലക്കര ചർച്ച ചെയ്യുന്നില്ല, വയനാട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗലാപത്തില്ല. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കേരളത്തിൽ BJP വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം. ആ ചർച്ച ചെയ്തോളൂ. ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി BJPയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം.